നമസ്തേ. ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം നല്ല അയൽക്കാരനാവണമെങ്കിൽ നല്ല അയൽക്കാരുണ്ടാകണം എന്നുള്ളതാണ്. നല്ല അയൽക്കാരൻ ആകണമെങ്കിൽ നല്ല അയൽക്കാരുണ്ടാകണം എന്ന് പറയുമ്പോൾ ആദ്യം നല്ലൊരു അയൽക്കാരനാകാം, അതല്ലെങ്കിൽ നല്ലൊരു അയൽക്കാരൻ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മളെ തന്നെ വിലയിരുത്തണം. നമ്മളെ സ്വയം നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മളെ സ്വയം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സ്വയം മനസ്സിലാക്കി അംഗീകരിക്കാൻ കഴിയണം. നമ്മളെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഇത്തരത്തിലൊരു മനന ചിന്താഗതി നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നമ്മളതിലെപ്പോഴും അലിഞ്ഞിരിക്കണം, നമ്മളതിലെപ്പോഴും ഇറങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അയൽക്കാരനും വേണം, നല്ല ഒരു അയൽക്കാരനാവണമെങ്കിൽ നല്ല അയൽക്കാരുണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നന്നാവുക, അതല്ലെങ്കിൽ നമ്മൾ നന്നാക്കുക, എന്നാൽ മാത്രമേ മറ്റുള്ളവരും നന്നാകുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവർ നന്നായാലേ നമ്മളും നന്നാകുകയുള്ളൂ എന്ന് പറയുന്നതിലുപരി അതിലും നമ്മൾ നന്നാകുക, അപ്പോഴാണ് മറ്റുള്ളവരും നന്നാകുക. അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ എങ്ങനെയാണോ അവരോട് നടക്കേണ്ടത്, നമ്മുടെ സംസ്കാരം എങ്ങനെയാണോ നമ്മൾ ചെലുത്തേണ്ടത്, അതിലുപരി നമ്മൾ എങ്ങനെയാണോ നമ്മൾ അവരോട് പെരുമാറുന്നത്, അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ളവരും നമ്മളോട് പെരുമാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽക്കാരനായാലും ശരി, അയൽക്കാരാണെങ്കിലും ശരി, അവരോടൊക്കെ നമ്മൾ നല്ല ഒരു രീതിയിലായിരിക്കണം. നമുക്ക് ഒരുപക്ഷെ ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത്, അങ്ങനെയാണ് ഏറ്റവും നല്ല അയൽക്കാരനാകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ഒരു തരത്തിലും ശല്യം ചെയ്യാതിരിക്കുക, അതും നല്ല ഒരു അയൽക്കാരനാവേണ്ടതാണ്. അങ്ങനെയും നമുക്ക് അയൽക്കാരനാകാം. നമുക്ക് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കുക, അങ്ങനെയും അയൽക്കാരനാകാം എന്നുള്ളത്.